ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളാണ് അലീഷയ്ക്കും ആസിക്കും. മലപ്പുറത്തെ ആശുപത്രിയിലാണ് അലീഷയെ ചികിത്സയ്ക്കായി കൊണ്ടുവരുന്നത്. ഒന്ന് ഓർത്തു നോക്കണം, അലീഷയെപ്പോലുള്ളൊരു കുഞ്ഞിനെയും താങ്ങിപ്പിടിച്ചുകൊണ്ട് തൃശ്ശൂരിൽ നിന്നും മലപ്പുറത്തേക്കുള്ള യാത്ര എന്ത് ദുഷ്കരമായിരിക്കും. പക്ഷേ ഒന്ന് മാത്രമാണ് ആസിയെ മുന്നോട്ട് നയിക്കുന്നത്: അലീഷയുടെ ഭാവി. ഇപ്പം മലപ്പുറത്തുനിന്നും ഇപ്പം തൃശ്ശൂരിൽ നിന്നുള്ള യാത്രയുണ്ടല്ലോ, മോളെയും പിടിച്ചുകൊണ്ട്. അപ്പോൾ ആളുകൾ കൗതുകത്തോടെ നോക്കില്ലേ പലപ്പോഴും? എടുത്തുകൊണ്ട് പോകുമ്പോൾ ചിലരെന്നോട് ചോദിക്കും, എന്തിനാ ഇത്രയും വലിയ കൊച്ചിനെടുത്തേക്കണേ, റോഡ് മുറിഞ്ഞ് കിടക്കുമ്പോൾ നടത്തിയാൽ പോരേന്ന്. അപ്പോൾ എനിക്ക് ചിരി വരും ചിലപ്പോൾ, അവർക്കറിയില്ലല്ലോ. അപ്പം ഞാൻ ചിരിച്ചിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ അവർ പറയും, കളിയൊക്കെ ചിരിക്കുകയെന്ന് ചോദിക്കും ചിലരെന്നോട്. പക്ഷെ അവൾ നടക്കില്ലെന്ന് നമുക്കെല്ലാം അറിയണം. ചിലരോട് ഞാൻ പറയും, അവർ പിന്നെയും വന്ന് ചോദിക്കുക, എന്തിനാ എടുത്തേക്കണേ, അല്ല അവൾ നടക്കില്ല. അയ്യോ ഞങ്ങൾ അറിയാണ്ട് പറഞ്ഞതാട്ടോ. നോക്കാറുണ്ട് എടുത്തിങ്ങനെ പോകുമ്പോൾ, എന്താ ഇപ്പം ഇതിനെടുത്തേന്ന്. ഇത്ര കാണുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ, ചോദിക്കുകയും ചെയ്യും എന്താ എടുത്തിട്ടുള്ളതെന്ന്. പക്ഷെ എടുത്ത് ബസ്സിലാണ് പോയിരുന്നത് തെറാപ്പിക്കൊക്കെ. ബസ്സിൽ ഒരു തവണ കയറിയപ്പോൾ കാല് ചെരുപ്പ് വഴിക്ക് രണ്ടുപേരും വീണു. അത് വീണ്ടും അതിൽ തന്നെ കയറിപ്പോയി. അപ്പോൾ എല്ലാവരും എന്നോട് പറയും, വല്ലാത്ത സാധനമാണല്ലോ. ചികിത്സയ്ക്കായി കൊച്ചിയിലെ ആശുപത്രിയിലെത്തിയപ്പോൾ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിനെ കാണാൻ അവസരമുണ്ടായി അലീഷയ്ക്ക്. അദ്ദേഹം സമ്മാനിച്ച അഗ്നിച്ചിറകുകൾ ഇവളെ പ്രചോദിതയാക്കി. പക്ഷെ ആള് അലീഷയുടെ പേര് ചോദിച്ച് അവൾ പറഞ്ഞു. പക്ഷെ ആൾ കൂടുതൽ സമയം അവളുടെ അടുത്ത് നിന്നിട്ടുണ്ട്. കുറേ സംസാരിച്ചിങ്ങനെ മോളോട് പറഞ്ഞു, നീ പേടിക്കേണ്ട, നന്നായി പഠിക്കണം, നടക്കും, ആരും ഇല്ലെങ്കിലും ഞങ്ങളൊക്കെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്കും ഇങ്ങനെ അവിടെ നിന്നാണ് ഇങ്ങോട്ട് പഠിക്കണം എന്നുള്ള ഇത് കൂടുതൽ വന്നത്. കുട്ടി അവിടെ ആ സ്ഥാപനത്തേക്ക് വന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ചിലവഴിച്ചു. എൻ്റെ ഡോക്ടർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അഹദവനെ യാ സുബ്ഹാനെ, സകലം വാഴ്ത്തും പെരിയവനെ, ലോകത്തിൻ കഥ ഇത് കാണുമ്പോൾ എൻ കരളരിയുന്നു സുബ്ഹാനെ. അഹദവനെ യാ സുബ്ഹാനെ, സകലം വാഴ്ത്തും പെരിയവനെ, ലോകത്തിൻ കഥ ഇത് കാണുമ്പോൾ എൻ കരളരിയുന്നു സുബ്ഹാനെ. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം ലോകത്തിന് എഴുതി തന്ന ജീവിതത്തിൻ്റെ യൂസേഴ്സ് മാനുവലാണ് അഗ്നിച്ചിറകുകൾ. അതിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: ജീവിതത്തിൻ്റെ ഗാംഭീര്യവും നിസ്സാരതയും അറിഞ്ഞവർ മാത്രമാണ് സംതൃപ്തരായുള്ളതെന്ന്. ജീവിതത്തിൻ്റെ നഷ്ടപ്പെടലിൽ നിന്ന്, രോഗാവസ്ഥയിൽ നിന്ന്, വേദനയിൽ നിന്ന്, ബിസിനസ് പരാജയത്തിൽ നിന്നും ജയിച്ചു വന്നവർ. അവരെ നയിച്ച ഇന്ധനം അന്വേഷിക്കുകയാണ് സ്പിരിറ്റ് ഓഫ് ലൈഫ്. നമ്മൾ മലയാളികൾക്ക് നഷ്ടപ്പെട്ടൊന്നുണ്ട്: മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്സ്. എല്ലാത്തിനെയും പുച്ഛ മനോഭാവത്തോടുകൂടെ കാണുന്ന, നിസാരമായി തള്ളിക്കളയുന്ന നാം കാണേണ്ട ചിലരുണ്ട്. ശൂന്യതയിൽ ലോകം സൃഷ്ടിച്ചവർ. ഇവരാണ് യഥാർത്ഥ ഹീറോകൾ. അതാണ് സ്പിരിറ്റ് ഓഫ് ലൈഫ് അന്വേഷിക്കുന്നതും. കീപ് ദ സ്പിരിറ്റ് ആൻഡ് പെൻ ടു മീ. TV News Spirit of Life @gmail.com. Mobile 9446009640. Spirit of Life TV New, Vangarathu Tower, Padivattam, Kochi 24. നമസ്കാരം.